ലൈഫ് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുള്ള ലൈഫല്ല. സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, വസ്തുക്കളൊക്കെ പലയിടത്തും കിടപ്പുണ്ട്. പിന്നെ ആ പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന മകൻ ഇത്തിരി മാനസിക രോഗിയാണ്. എപ്പോഴും ചെയിൻ സ്മോക്കറാണ്. നിരന്തരം ബഹളമൊക്കെയാണ് വീട്ടിൽ. നേരത്തെ ബാങ്ക് ജോലിയായിരുന്നു. ബഹളമൊക്കെയാണ്. സാറ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസമുള്ളതെന്ന് പറയുന്ന അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം പണ്ടോട്ടെ കോടതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം സഹിച്ചാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും തീരെ നിവൃത്തിയില്ലാതെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യക്ക് സാർ മുതിർന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബോർഡൊക്കെ അദ്ദേഹം ചുമ്മാതെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ വയ്ക്കുന്നത് അല്ല. ഇതിനകത്ത് ഇവിടെ പ്രവർത്തനങ്ങളൊന്നുമില്ല. ചുമ്മാതെ ബോർഡ് വയ്ക്കും, എന്തെങ്കിലുമൊക്കെ വിളിക്കും. അതായിരിക്കും ഇപ്പോൾ തന്നെ ഹോട്ടലിന് കൊടുക്കുന്നു പറഞ്ഞ് ഹോട്ടലിൻ്റെ ബോർഡ് വെച്ചതുകൊണ്ട് ഇരുമ്പൻ്റെ അടയ്ക്കും. പൈസ എങ്ങനെയൊക്കെ വിനിയോഗിക്കാവോ ആ രീതിയിലെല്ലാം പുള്ളി ചിലവാകും. ഉറക്കമൊന്നുമില്ല. വെളുപ്പാങ്കാലത്ത് 3 മണിക്കൊക്കെ നമ്മൾ പത്രം ഇടാൻ വരുമ്പോഴൊക്കെ വെളുപ്പാങ്കാലത്ത് 3 മണിക്കൊക്കെ എൻ്റെ മോളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവക്കാരൻ. ചെയിൻ സ്മോക്കർ. എൻ്റെ